സുഖമാണോ നിനക്ക്? ഇന്നാ ഈ ബിസ്ക്കറ്റ് തന്നെ. എടാ അർജുൻ, നീ എന്ത് ചെയ്യാ അവിടെ? എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇവിടെ വരരുതെന്ന്? നിന്നെ ഉണ്ടല്ലോ. ആന്റി, ഞാൻ ചുമ്മാ നോക്കാൻ വന്ന ആന്റി. അവന്റെ ഒരു നോട്ടം. എങ്ങോട്ടാടാ പോകുന്നെ? നീ ഇപ്പൊ രക്ഷപ്പെട്ടോ? നിന്നെ എന്റെ കൈ കിട്ടാതെ എവിടെ പോവാനാ? അമ്മേ, മല്ലിക ചേച്ചിയുടെ ഡോഗ് പ്രസവിച്ചമ്മേ. എടാ, നീ അതിനെന്തെങ്കിലും ചെയ്തായിരുന്നോടാ? ഞാനൊന്നും ചെയ്തില്ല. എന്താ റെഡ് ബ്ലൂ പിങ്ക് അങ്ങനെയൊന്നും കുഞ്ഞുങ്ങളുണ്ടാകത്തെ? നിനക്ക് മാത്രം എന്താണോ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉദിക്കുന്നത്? എന്നോടൊന്ന് പറയാമ്മേ. അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പൊ ഈ കാപ്പി കൊണ്ട് ഈ മുത്തശ്ശനെ കൊടുത്തിട്ട് വന്നേ. അവിടെ ചെന്ന് വേറെ നോപ്പിച്ചേക്കല്ലേ, പറഞ്ഞത് കേട്ടോ? എന്നാ ചെല്ലേ. ഓഹോ, നിങ്ങളെല്ലാരും ഇവിടെയായിരുന്നല്ലേ? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? മുത്തശ്ശ, ഓ ആ ഫോറസ്റ്റ്. ഈ കാട്ടിലെ രാജാവ് ഞാനാണ്. നോ, ഈ കാട്ടിലെ രാജാവ് ഞാനാണ്. നിന്നേക്കാൾ ശക്തി എനിക്കാണ്. നിന്നെ ഞാൻ ചവിട്ടി നെരിക്കും. നിനക്ക് കാണണോ? എന്നാ വാ. മോയലേ, ഇങ്ങോട്ട് വാ. ഇവരെ പിടികൊടുക്കാതെ നീ ജമ്പ് ചെയ്ത് പെട്ടെന്ന് ഗുഹയിലേക്ക് പോയിക്കോ. എന്താടാ സോറി മുത്തശ്ശ, ഞാൻ ഒന്നും ചെയ്തില്ല. ഇതും പൊട്ടിച്ച്. അർജുൻ, അർജുൻ നിക്കടാ. ശങ്കർ, എടാ ശങ്കർ. അച്ഛാ, എന്തു പറ്റാ? നിന്റെ മോൻ കാണിച്ച കുരുത്തക്കേട് കണ്ടോ? ഇത് 8ാമത്തെ കണ്ണടയാ. അവൻ എന്റെ മുറിയിലേക്ക് അയക്കേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ. അച്ഛാ, സാരമില്ല. കണ്ണടയല്ലേ, വാങ്ങിച്ചു തരാൻ ഞാൻ വേറെ. എന്ത് സാരമില്ലെന്നോ? പണം കഴിക്കുന്ന മരമുണ്ടോ ഇവിടെ? വാങ്ങിക്കുന്ന മോന്തടില്ലേ? വീട് വെക്കാനെടുത്ത ലോൺ അടയ്ക്കാൻ തന്നെ ഗതിയില്ല. എന്തിനാ അച്ഛനെ ഇപ്പൊ അതും ഇതൊക്കെ പറയുന്നത്? മോന്റെ പഠിത്തത്തിന്റെ ആവശ്യത്തിനല്ലേ കടം വാങ്ങിയേ? ഞാൻ അടച്ചോളാം അത്. ആ, അടയ്ക്കും. ലോൺ എടുത്തേ പിന്നെ 1000 രൂപയെങ്കിലും ഇതുവരെ അടച്ചിട്ടുണ്ടോ? പക്ഷെ മോനെ പഠിപ്പിക്കാൻ വേണ്ടി മാസം തോറും 8000 രൂപ ഫീസ്. ഇപ്പൊ എന്തിനാ നീ ഇതൊക്കെ പറയുന്നേ? ആ കാശിന്റെ ഉത്തരവാദിത്തം എനിക്കാണല്ലോ. ഒരു ദിവസം കടം തന്നവൻ വീടിന്റെ മുറ്റത്ത് കയറി വന്ന് നിന്ന് മൊത്തം പണവും എടുത്തു വച്ചോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാരും ഇറങ്ങിപ്പൊയ്ക്കോ എന്ന് പറയും. എല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. എന്നാലേ നീ പഠിക്കൂ. ഓരോ മാസവും സ്കൂൾ ഫീസ്, കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, പാല്, തൈര്, മോര്, ഇതിനെല്ലാം ഞാൻ തന്നെയല്ലേ കാശ് കൊടുത്തോണ്ടിരിക്കുന്നത്. അച്ഛനിപ്പോ എന്താ? ഇപ്പൊ ആ കണ്ണട പൊട്ടിയതും ഇതും അതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അതെനിക്ക് മനസ്സിലാകത്തെ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാതെ അച്ഛാ. ഇത്രയും ചെലവുള്ളപ്പോ ഈ വികൃതി ചെക്കനെ ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണോ? അച്ഛൻ ഒരു കാര്യം കേട്ടോ? നിങ്ങളുടെ മോനെ വഴക്ക് പറഞ്ഞോ? ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചതിന്റെ പേരിൽ എന്നെയും വേണമെങ്കിൽ വഴക്ക് പറഞ്ഞോ. എന്നാ എന്റെ മോൻ തല്ലിപ്പൊളിയാണെന്ന് മാത്രം പറയരുത് കേട്ടോ. മിണ്ടാതകത്ത് പോന്നോക്ക്. ആരോടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ എല്ലാം അറിഞ്ഞോട് തന്നെയാ പറഞ്ഞേ. മറ്റുള്ളവരൊക്കെ പേരക്കുട്ടികളെ എങ്ങനെയാ കൊഞ്ചിക്കുന്നറിയാവോ? ഇവിടെ ഒരാൾ നിപ്പില്ലേ, പ്രായമായെങ്കിലും പക്വത എത്തിയിട്ടില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായില്ലേ? കണ്ണട പൊട്ടിച്ചത് അർജുൻ എങ്ങാനോ അല്ലെന്നറിഞ്ഞ എല്ലാരും ഞാൻ കാണിച്ചു തരാം. അർജുൻ!